മുൻ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ അധ്യാപകനായ ജസ്യൂട്ട് വൈദികൻ ഫാദർ ലാഡിസ്ലൗസ് ചിന്നദുരൈ നിര്യാതനായി. 100 വയസ്സായിരുന്നു. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലെ ബെസ്റ്റി ഇല്ലത്ത് വെച്ചായിരുന്നു അന്ത്യം. അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ മധുര ഈശോ സഭ പ്രൊവിൻസിന് വിശുദ്ധനായ ഒരു പുരോഹിതനെ നഷ്ടപ്പെട്ടുവെന്ന് പ്രൊവിൻഷ്യൽ ഫാദർ തോമസ് അമൃതം സന്ദേശത്തിൽ പറഞ്ഞു. 1923 ജൂൺ 13 തമിഴ്നാട്ടിലെ തൃച്ചിയിലാണ് ഫാദർ ചിന്നദുരൈ ജനിച്ചത്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച തൃച്ചിയിൽ നിന്നുള്ള ആദ്യത്തെ ബ്രാഹ്മണനായ മഹാദേവ അയ്യരുടെ ചെറുമകനായ ഫാദർ ചിന്നദുരൈ തൻ്റെ 39-ാം വയസ്സിൽ അധ്യാപന ജീവിതം ഉപേക്ഷിച്ച് 1962 സൊസൈറ്റി ഓഫ് ജീസസിൽ അംഗമാവുകയായിരുന്നു. ഫാദർ ചിന്നദുരൈയുടെ ജ്യേഷ്ഠൻ ഫാദർ ലോറൻസ് സുന്ദരം ലയോള കോളേജ് മുൻ പ്രിൻസിപ്പളായിരുന്നു. മറ്റ് 2 സഹോദരങ്ങൾ കന്യാസ്ത്രീകളാണ്. 1970 മാർച്ച് 13 വൈദികനായി അഭിഷിക്തനായി. തുടർന്ന് ഭൗതിക ശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ചു. അന്ന് കലാം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. 1950-54 കാലത്ത് തിരുച്ചി സെന്റ് ജോസഫ് കോളേജിൽ കലാമിനെ ഭൗതികശാസ്ത്രം പഠിപ്പിച്ചു. ഫാദർ ചിന്നദുരൈ തനിക്ക് എന്നും പ്രചോദനമായിരുന്നുവെന്ന് പറയുന്ന കലാം തൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളിൽ ഫാദർ ചിന്നദുരൈയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. തൃച്ചിയിലും ഡിണ്ടിഗലിലും തിരുവനന്തപുരത്തും വിദ്യാർത്ഥികളുടെ മികച്ച തലമുറകളെ വാർത്തെടുക്കുന്നതിന് ഫാദർ ചിന്നദുരൈക്ക് സാധിച്ചു. അസാധാരണമായ ഓർമ്മശക്തി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അറിവ് വിജ്ഞാനകോശത്തിന് തുല്യമായിരുന്നു.